രാജ്യ തലസ്ഥാനം പിടിച്ചുകുലുക്കിയ പാറ്റ സമരത്തിന് മുന്നിൽ മോദി സർക്കാർ അടിയറവ് പറഞ്ഞിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ ഭരണകൂടം തലകുനിക്കേണ്ടി വന്ന ജനാധിപത്യത്തിലെ ഏറ്റവും മനോഹരമായ ദൃശ്യത്തിനാണ് ജൂലൈ 25-ന് രാജ്യം സാക്ഷ്യം വഹിച്ചത്. സമരം തുടങ്ങിയ അന്നു മുതൽ വ്യാജ വാർത്തകളും ആരോപണങ്ങളും ഉയർത്തി പ്രതിഷേധ സ്വരങ്ങളെ അടിച്ചമർത്താനാണ് ഭരണകക്ഷിയും വലതുപക്ഷ മാധ്യമങ്ങളും ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഗോദി മീഡിയകൾക്കും വലതുപക്ഷ പ്രൊപ്പഗൻഡകൾക്കും മേലെ രാജ്യത്തെ യുവാക്കൾ നേടിയെടുത്ത ഐതിഹാസിക വിജയമായി കൂടി ഡൽഹിയിലെ സമരം ഓർമ്മിക്കപ്പെടേണ്ടതുണ്ട്. CJP സമരത്തെ താറടിച്ചു കാണിക്കാൻ IT സെല്ലുകാർ പണിയെടുത്തുണ്ടാക്കിയ പ്രധാനപ്പെട്ട 3 വ്യാജ പ്രചരണങ്ങളുടെ സത്യാവസ്ഥ നമുക്കൊന്ന് പരിശോധിക്കാം. സുപ്രഭാതം ഫാക്ട് ചെക്കിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥി സമരത്തിന്റെ മുഖമായി മാറിയ ലഡാക്കി എഞ്ചിനീയർ സോനം വാങ്ചുക്കിനെ ലക്ഷ്യം വെച്ച് വ്യാജ വാർത്തകളുടെ കുത്തൊഴുക്ക് തന്നെയാണ് നടന്നത്. സോനം വാങ്ചുക് ചൈനീസ് പട്ടാളത്തിന് പിന്തുണ നൽകിയെന്നും അദ്ദേഹം ചൈനീസ് ചാരനാണെന്നും ആരോപണമുയർന്നു. BJPയുടെ ദേശീയ നേതാക്കളടക്കം ആരോപണവുമായി രംഗത്തെത്തിയതോടെ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ലഡാക്ക് സമരകാലത്തെ സോനം വാങ്ചുക്കിന്റെ തന്നെ പഴയ വീഡിയോ കുത്തിപ്പൊക്കിയായിരുന്നു ആരോപണം. വീഡിയോയിൽ ഇന്ത്യൻ സർക്കാർ ലഡാക്കിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ ചൈന ഇന്ത്യയിലേക്ക് കടന്നു കയറിയാൽ ഞങ്ങൾ അവർക്ക് വാതിൽ തുറന്നു കൊടുക്കുമെന്നും സോനം പറയുന്നത് കാണാനാവും. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. യഥാർത്ഥ വീഡിയോയുടെ ആദ്യവും അവസാനവും കട്ട് ചെയ്തുണ്ടാക്കിയ വ്യാജ വീഡിയോ മാത്രമാണിത്. यहाँ के एक फेमस कॉमेडियन है जिन्होंने कहा कि जब चीन घुस आता है तो लद्दाख के लोग जान देकर रोकते हैं, मगर अब अगर भारत सरकार हमारे लिए कुछ नहीं कर रहा है तो अगली बार वो आए तो हम उनको रास्ता दिखाएंगे, हम रोकेंगे नहीं, हम जान क्यों दें जब हमारा कोई संरक्षण नहीं हो रहा है. വീഡിയോയിൽ ലഡാക്കിലെ തന്നെ പ്രമുഖ കൊമേഡിയനായിരുന്ന ഒരു വ്യക്തിയുടെ കോട്ട് ഉദ്ധരിക്കുകയാണ് സോനം ചെയ്തത്. ഇന്ത്യൻ സർക്കാർ ലഡാക്കിലെ ജനങ്ങൾക്കായി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത തവണ ചൈനീസ് പട്ടാളം കടന്നു വരുമ്പോൾ ഞങ്ങൾ അവർക്ക് വഴി കാണിക്കുമെന്ന് പറഞ്ഞവർ കേട്ടോളൂ. ലഡാക്കിലെ ജനങ്ങൾ എക്കാലവും ഈ രാജ്യത്തിനൊപ്പമാണ്. ഇന്ത്യക്കായി ഞങ്ങൾ ജീവൻ കൊടുത്തും പോരാടും. വീഡിയോയിൽ ലഡാക്കിലെ ജനങ്ങൾക്ക് ഇന്ത്യയോടുള്ള കൂറ് വ്യക്തമായി തന്നെ സോനം വാങ്ചുക് എടുത്തു പറയുന്നുണ്ട്. ഇതാണ് കട്ട് ചെയ്തു പ്രചരിപ്പിച്ചത്. സോനം വാങ്ചുക്കിന്റെ പേരിലുള്ള ഈ വ്യാജ വീഡിയോ ഇന്നും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. തുടക്കം മുതൽ തന്നെ വിദ്യാർത്ഥി സമരത്തെ അക്രമാസക്തമാണെന്ന് ചിത്രീകരിക്കാനുള്ള വ്യാപകമായ ശ്രമങ്ങൾ നടന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു ജൂലൈ 20-ന് വിദ്യാർത്ഥികളുമായുണ്ടായ സംഘർഷത്തിൽ ഡൽഹി പോലീസിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടെന്ന വാർത്ത. പോലീസുകാരനായ G. അമിത് എന്നയാളെ കൊന്നത് സമരക്കാരാണെന്ന വാർത്ത വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. വലതുപക്ഷ ഹാൻഡിലുകളിലെ പ്രധാന ടോപ്പിക്കായിരുന്നു ഈ വാർത്ത. എന്നാൽ വസ്തുത മറ്റൊന്നാണ്. യഥാർത്ഥത്തിൽ സിംഗു ബോർഡറിൽ ട്രാഫിക് ഡ്യൂട്ടിക്കിടെ കാർ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ട ട്രാഫിക് ഉദ്യോഗസ്ഥന്റെ ഫോട്ടോ വെച്ചാണ് ഈ വ്യാജ വാർത്ത നിർമ്മിച്ചെടുത്തത്. ജൂലൈ 16-ന് വൈകിട്ട് നടന്ന ആക്സിഡന്റിൽ തങ്ങളുടെ സഹപ്രവർത്തകൻ അമിത് മരിച്ചെന്നും കാർ ഓടിച്ച 2 പേരെ അറസ്റ്റ് ചെയ്തതായും ഡൽഹി പോലീസ് പുറത്തിറക്കിയ അനുശോചന പോസ്റ്ററിൽ വ്യക്തമാക്കിയിരുന്നു. ഈ പോസ്റ്റർ അടിച്ചുമാറ്റിയാണ് CJP ആക്രമണത്തിൽ പോലീസുകാരൻ കൊല്ലപ്പെട്ടെന്ന വ്യാജ വാർത്ത പ്രചരിപ്പിക്കപ്പെട്ടത്. ഡൽഹിയിലെ സമരത്തിന് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി പാർട്ടി പിന്തുണ നൽകിയെന്നായിരുന്നു മറ്റൊരു പ്രധാന ആരോപണം. സംഘടനയുടെ പേരിൽ പുറത്തിറക്കിയ വ്യാജ പ്രസ്താവന കാർഡ് ഉപയോഗിച്ചാണ് വാർത്ത വ്യാപകമായി പ്രചരിച്ചത്. സംഘപരിവാർ ഹാൻഡിലുകൾ ഈ പോസ്റ്റർ വ്യാപകമായി പ്രചരിപ്പിക്കുകയും കേരളത്തിലടക്കമുള്ള BJP നേതാക്കൾ സമരത്തിന് പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് പങ്കുണ്ടെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. ഈ ആരോപണവും പൂർണ്ണമായും തെറ്റാണ്. യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിലെ ജമാഅത്ത് സംഘടനയുടെ ഒഫീഷ്യൽ പേജുകളിൽ ഒന്നും തന്നെ ഇത്തരത്തിലൊരു പ്രസ്താവന കാർഡ് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. വ്യാജ ലോഗോ ഉപയോഗിച്ചാണ് കുറിപ്പ് തയ്യാറാക്കിയത്. വരികൾക്കിടയിൽ നിറയെ അക്ഷരതെറ്റുകളും ഉണ്ടായിരുന്നു. ഇതോടെ ഈ ആരോപണവും വ്യാജമാണെന്ന് തെളിഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടെ സമരം അവസാനിച്ചെങ്കിലും വ്യാജ വാർത്തകൾ അവസാനിച്ചിട്ടില്ല. സുപ്രഭാതം ഫാക്ട് ചെക്ക് വീഡിയോകൾ തുടരും.